ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്കായി ഓടി നടക്കുന്ന ആളാണോ? ആരും സഹായം ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയാത്ത ആളാണോ? എന്നാൽ ഒരു കാര്യം, നിങ്ങളുടെ നല്ല മനസ്സ് ചിലർ ഉപയോഗിക്കുന്നുണ്ടാകാം. എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ ചിലർ സ്നേഹം, സൗഹൃദം, കരുതൽ എന്നിവയുടെ പേരിൽ നിങ്ങളെ പതിയെ നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. സൈക്കോളജി പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ ചില വ്യക്തമായ സൂചനകൾ ഉണ്ടെന്നാണ്. ഇന്ന് അത്തരത്തിലുള്ള 6 സൂചനകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവസാനത്തെ ലക്ഷണം കേട്ടാൽ നിങ്ങൾ ചില ബന്ധങ്ങളെ പുതിയ കണ്ണോടെ കാണാൻ തുടങ്ങും. 1. ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം നിങ്ങളെ അന്വേഷിക്കും. നിങ്ങളുടെ ഫോൺ എപ്പോഴാണ് മുഴങ്ങുന്നത്? അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണോ? സഹായം വേണം, പണം വേണം, ഒരു ജോലി ചെയ്യണം. അപ്പോൾ അവർ നിങ്ങളെ ഓർക്കും. പക്ഷേ നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിൽ അവർ ബിസി, റിപ്ലൈ ഇല്ല, കോൾ പോലും എടുക്കില്ല. ബന്ധം ഒരു വഴിയിലുമില്ല, 2 വഴിയാണ്. അപ്പോൾ നിങ്ങൾ മാത്രം കൊടുക്കുകയും അവർ മാത്രം വാങ്ങുകയും ചെയ്യുന്ന ബന്ധമാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2. നിങ്ങളെ എപ്പോഴും കുറ്റക്കാരനാക്കും. തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും അവസാനം മാപ്പ് പറയുന്നത് നിങ്ങളായിരിക്കും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അവർ സംസാരിക്കുന്ന രീതിയിലൂടെ. ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്റെ കാരണമാണ്, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. 3. നിങ്ങളുടെ വികാരങ്ങളെ വില കുറിച്ച് കാണും. നിങ്ങൾ വിഷമം പറയുമ്പോൾ ഇത്ര ചെറിയ കാര്യത്തിന് എന്തിനാ കരയുന്നത്? നീ ഓവർ തിങ്കിങ് ആണ്, നിനക്ക് വേറെ പണിയില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ പതിവാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ വികാരങ്ങളെ പരിഹസിക്കില്ല, അത് കേൾക്കാൻ ശ്രമിക്കും. 4. കുറ്റബോധം ഉപയോഗിച്ച് നിയന്ത്രിക്കും. ഇതാണ് ഏറ്റവും കോമൺ ട്രിക്ക്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും, ഞാൻ ഇത്ര ചെയ്തിട്ട് നീ ഇതുപോലെയാണോ? ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഇത് നേരിട്ട് ബാധിക്കുന്നതല്ല, പക്ഷേ കുറ്റബോധമുണ്ടാക്കി നിങ്ങളെ സമ്മതിപ്പിക്കുന്ന രീതിയാണിത്. അങ്ങനെ നിങ്ങൾ സ്വന്തം ഇഷ്ടം കൊണ്ടല്ല, കുറ്റബോധം കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. 5. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റും. നിന്റെ കൂട്ടുകാർ നല്ലവരല്ല, വീട്ടുകാരെ കേൾക്കണ്ട, എന്നെ മാത്രം വിശ്വസിച്ചാൽ മതി, ഇങ്ങനെ പറയുന്നുണ്ടോ? ഒരു വ്യക്തി നിങ്ങളെ എല്ലാവരിൽ നിന്നും അകറ്റി അവനെ മാത്രം ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു മുന്നറിയിപ്പാണ്. 6. നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കാൻ തുടങ്ങും. ഇതാണ് ഏറ്റവും അപകടകരമായ ലക്ഷണം. ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കും, പ്രശ്നം ശരിക്കും എൻ്റേതാണോ? ഞാനാണോ തെറ്റ്? ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ഇങ്ങനെ നിരന്തരം സ്വയം സംശയിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങളെ മാനസികമായി ക്ഷീണിപ്പിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ശാന്തമായി വിലയിരുത്തുക. ഓർമ്മിക്കുക, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ ഉപയോഗിക്കില്ല, നിങ്ങളെ ചെറുതാക്കില്ല, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തില്ല. പകരം നിങ്ങളെ വളരാൻ സഹായിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരാളിൽ ഒറ്റത്തവണ കണ്ടതുകൊണ്ട് അവരെ വിധിക്കേണ്ടതില്ല. എന്നാൽ ഈ രീതിയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ച് ശ്രദ്ധയോടെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.